Hi all, welcome to Edus Academy. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മികച്ച വേതനത്തോടു കൂടി തന്നെ ഗവൺമെന്റ് സർവീസിന് അവസരമൊരുക്കുകയാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പോസ്റ്റിലൂടെ. ഈ എക്സാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതായത് വരുന്ന ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കായിരിക്കും ഇതിന്റെ എക്സാം വരിക. ഇപ്പോൾ തന്നെ ചിട്ടയായ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാനുള്ള സുവർണ അവസരം ഒരുക്കുകയാണ് എഡ്യൂസ് അക്കാഡമി ചെയ്യുന്നത്. അതായത് എക്സാം പാറ്റേൺ കൂടാതെ എക്സാമിന്റെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് അനിമേഷൻ ക്ലാസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ നൽകുക. ഈ ക്ലാസ് അതായത് ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ പോസ്റ്റിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് വരുന്നത് അനാട്ടമി ഓഫ് ലങ്സ് ആണ്. അതായത് ഹ്യൂമൻ ലങ്സിന്റെ അനാട്ടമിയാണ് വരിക. സോ ആ ക്ലാസിന്റെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് അനിമേഷൻ വീഡിയോയുടെ സഹായത്തോടു കൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലങ്സ് ആൻഡ് ആൽവിയോളെ. അതായത് നമ്മുടെ ഹ്യൂമൻ ലങ്സ് നമ്മുടെ റെസ്പിറേഷന് അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജനേഷന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഓർഗൻ ആണ് അല്ലെ ലങ്സ്. അതുകൂടാതെ തന്നെ ഈ ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ശരിക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ലങ്സിലെ ആൽവിയോളെ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് അല്ലെ. അവിടെയാണ് ആക്ച്വലി നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. ഈവൻ നമ്മൾ ശ്വസിക്കുമ്പോൾ അതായത് നമ്മൾ ഉള്ളിലേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ എയർ എടുക്കുമ്പോൾ ആ എയർ എത്തുക എവിടെയാണ്? ലങ്സിലാണ്. ലങ്സിൽ ആക്ച്വലി ചെറിയ എന്താ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ ആൽവിയോളെ എന്ന് പറയുക. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ശരിക്കുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ എക്സാം സിലബസ് അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. യെസ്, അതായത് നമ്മുടെ ലങ്സിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. എവിടെയാണ് നമ്മുടെ ലങ്സ് ഇരിക്കുക? നമ്മൾ പറയും നമ്മുടെ ചെസ്റ്റിലാണ് അല്ലെ. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലാണ് നമ്മുടെ ലങ്സ് ഇരിക്കുക എന്ന് പറയും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ലങ്സിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി അല്ലെ. തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെസ്റ്റ് വരുന്ന പോർഷൻ ആണ്. അവിടെയാണ് എന്തിരിക്കുക? നമ്മുടെ ലങ്സ് വരിക. എത്ര ലങ്സ് ഉണ്ട് ഹ്യൂമന്? ഒരു മനുഷ്യന് എത്ര ലങ്സ് ഉണ്ട്? 2 ലങ്സ് ഉണ്ടല്ലേ. അതായത് 1 on each side of the mediastinum. മീഡിയാസ്റ്റൈനം എന്ന് പറഞ്ഞാൽ ആ ടേം ഒന്നും കേട്ട് പേടിക്കണ്ട. മീഡിയാസ്റ്റൈനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുടെ നടുക്കുള്ള പോർഷനാണ് നമ്മൾ മീഡിയാസ്റ്റൈനം എന്ന് പറയുക. ആക്ച്വലി ഡയഗ്രത്തിൽ നമുക്ക് കാണാം മീഡിയാസ്റ്റൈനം എന്ന് പറയുന്നത് ആക്ച്വലി നടുക്കുള്ള പോർഷനാണ് നമ്മൾ മീഡിയാസ്റ്റൈനം എന്ന് പറയുക. സോ ഈ മീഡിയാസ്റ്റൈനത്തിന്റെ ഓരോ വശത്തായിട്ടാണ് നമ്മുടെ ഓരോ ലങ്സും ഇരിക്കുക കേട്ടോ. സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി 1 on each side of the mediastinum. നെക്സ്റ്റ് പറയുന്നത് ആക്ച്വലി ബേസിക്കലി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. ലങ്സിന് തന്നെ നമ്മൾ ലങ്സ് എന്ന ഒറ്റ പേര് പറയുന്നുണ്ടെങ്കിലും ലങ്സിന് തന്നെ പല തരത്തിലുള്ള ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഒന്ന് അപ്പെക്സും രണ്ടാമത്തേത് ബേസും. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലേ എന്താണ് അപ്പെക്സ്? ടോപ്പ് മോസ്റ്റ് പോർഷൻ അല്ലെ. ഏറ്റവും മുകളിൽ വരുന്ന പോർഷനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ അപ്പെക്സ് എന്ന് പറയുക. ഈ ഡയഗ്രത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോട് കൂടി പഠിക്കാം. ആക്ച്വലി ഇതാണ് നമ്മുടെ അപ്പെക്സ് അല്ലെ. ലങ്സിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ഇതാണ്. ബേസ് എന്ന് പറയുമ്പോൾ ഈ താഴെ വരുന്ന പോർഷനാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത് അല്ലെ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലങ്സ് നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? ഹ്യൂമന് 2 ലങ്സ് ആണ് വരിക. അത് ആക്ച്വലി മീഡിയാസ്റ്റൈനം. ഇതാണ് നമ്മുടെ മീഡിയാസ്റ്റൈനം. മീഡിയാസ്റ്റൈനത്തിന്റെ 2 സൈഡിലുമായിട്ടാണ് നമ്മുടെ ഓരോ ലങ്സും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. സോ പറയുന്നത് അപ്പെക്സ് എവിടെയാണ്? ലൊക്കേറ്റഡ് അബോവ് ദ ലെവൽ ഓഫ് ഫസ്റ്റ് റിബ്. ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റിബ്സ് നമ്മുടെ വാരിയലുണ്ടല്ലോ അതിന്റെ ആദ്യത്തെ വാരിയലിന് ജസ്റ്റ് മുകളിലാണ് നമ്മുടെ ഈ അപ്പെക്സ് ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ ബേസ് ആണെങ്കിലോ ബേസ് നമ്മുടെ ഡയഫ്രത്തിന്റെ മുകളിലാണ് ബേസ് റെസ്റ്റ് ചെയ്യുന്നത്. ഡയഗ്രത്തിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. കൂടാതെ ലങ്സിന്റെ ഷേപ്പ് എന്താ വരിക? ലങ്സിന്റെ ഷേപ്പ് വരിക ഒരു കോൺ ഷേപ്പിൽ, ഒരു കോൺ ആകൃതിയിലാണ് നമ്മുടെ ലങ്സ് ഇരിക്കുക. ഇതിനൊരു അപ്പെക്സ് ഉണ്ട്, കൂടാതെ ബേസ് ഉണ്ട്, പിന്നെ ടിപ്പ് ഉണ്ട്, കൂടാതെ ഒരു കോസ്റ്റൽ സർഫസ് ആൻഡ് മീഡിയൽ സർഫസ്. അതായത് നമ്മൾ അപ്പെക്സും ബേസും കണ്ടു അല്ലെ. പിന്നെ ടിപ്പ് എവിടെ വരിക? ഇതാണ് ടിപ്പ് അല്ലെ. ടിപ്പ് വരുന്നത് ഇവിടെയാണ്. കൂടാതെ കോസ്റ്റൽ സർഫസ്. കോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേം ആണ് കോസ്റ്റൽ എന്ന് പറയുക. അപ്പം ഞാൻ അത് വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മുടെ റിബ്സ് ആണ് ആക്ച്വലി ലങ്സിനെ കവർ ചെയ്ത് വരിക. അപ്പം റിബ്സുമായിട്ട് അടുത്ത് വരുന്ന പോർഷനാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റൽ സർഫസ് എന്ന് പറയുക. കൂടാതെ മീഡിയൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡിൽ അല്ലെങ്കിൽ നടുക്കിലേക്ക് വരുന്ന പോർഷനാണ് നമ്മൾ എന്ത് പറയുക? മീഡിയൽ സർഫസ് എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് ലങ്സിന്റെ ലോബ്സിനെ കുറിച്ച് പഠിക്കാം. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ലങ്സിന്റെ ലോബ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആക്ച്വലി ഞാൻ പറഞ്ഞു നമുക്ക് 2 ലങ്സ് ഉണ്ടല്ലേ. അത് നമുക്ക് റൈറ്റ് ലങ്സ് എന്ന് പറയാം, ലെഫ്റ്റ് ലങ് എന്ന് പറയാം. അപ്പം റൈറ്റ് ലങ്ങിന് ആക്ച്വലി 3 ലോബ്സ് ആണ് വരിക കേട്ടോ. അതായത് റൈറ്റ് ലങ്സിന് നമുക്ക് 3 ലോബ്സ് ആണ് വരിക. ഇതൊക്കെയാണ്
സുപ്പീരിയർ ലോബ്, കൂടാതെ മിഡിൽ ലോബ് ആൻഡ് ദ ഇൻഫീരിയർ ലോബ് കേട്ടോ. റൈറ്റ് ലങ്സിന് എന്തൊക്കെയാ വരിക? സുപ്പീരിയർ ലോബ്, അതായത് ഏറ്റവും മുകളിലത്തെ കണ്ടോ, ഇതാണ് നമ്മുടെ റൈറ്റ് ലങ്. റൈറ്റ് ലങ് നോക്കിക്കേ, 3 ലോബ്സ് ആണ് വരിക അല്ലെ. ഇത് നമ്മുടെ സുപ്പീരിയർ ലോബാണ്, ഇത് നമ്മുടെ മിഡിൽ ലോബാണ്, കൂടാതെ നമുക്ക് ഇൻഫീരിയർ ലോബ് ഉണ്ട്. അങ്ങനെ 3 ലോബാണ് നമ്മുടെ റൈറ്റ് ലങ്ങിന് വരിക. അതേസമയം ലെഫ്റ്റ് ലങ്ങിലാണെങ്കിലോ, ലെഫ്റ്റ് ലങ്ങിൽ നമുക്ക് 2 ലോബാണ് വരിക അല്ലെ. ഇതാണ്ട് ഇവിടെ ഒരു അപ്പർ അല്ലെങ്കിൽ സുപ്പീരിയർ ലോബ്, പിന്നെ നമുക്ക് ഇൻഫീരിയർ ലോബും ആണ് വരിക. അപ്പം ഓർക്കുക, നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? 2 ലങ്സ് ഉണ്ട്. റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും. റൈറ്റ് ലങ്ങിനാണെങ്കിൽ എത്ര ലോബ്സ് ഉണ്ട്? 3 ലോബ്സ് ഉണ്ട്. ലെഫ്റ്റ് ലങ്ങിനാണെങ്കിൽ നമുക്ക് 2 ലോബ്സ് ആണ് വരിക. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? 32 അല്ലെ, 32 എന്ന് ഓർത്താൽ മതി. 32 റൈറ്റ് സൈഡിൽ 3 ലോബ്സും ലെഫ്റ്റ് സൈഡിൽ 2 ലോബ്സും കേട്ടോ. ലെഫ്റ്റ് ലങ് ആണെങ്കിലോ, ലെഫ്റ്റ് ലങ് സ്മോളർ ആണ്. എന്താ കാരണം? അവിടെ നമ്മുടെ ഹാർട്ട് വരുന്നുണ്ട് അല്ലെ. ഹാർട്ടിന്റെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്, നമ്മുടെ ചെസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഹാർട്ട് വരിക. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലങ് എന്താണ്? സ്മോളർ ആണ് വെൻ കമ്പയർഡ് ടു റൈറ്റ് ലങ് അല്ലെ. നമ്മുടെ റൈറ്റ് ലങ് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് ലങ്ങിന്റെ സൈസ് ചെറുതാണ്. എത്ര ലോബ്സ് ആണ് വരിക? 2 ലോബ്സ് ആണ് വരിക. ഏതൊക്കെയാണത്? സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലത്തെ അല്ലെ, മുകളിലത്തെ ലോബ്. കൂടാതെ ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴത്തെ ലോബ്. അങ്ങനെ 2 ലോബ്സ് ആണ് നമുക്ക് ലെഫ്റ്റ് ലങ്ങിൽ വരിക. കൂടാതെ ഈ ഡിവിഷൻ ബിറ്റ്വീൻ ലോബ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ലോബ്സ് അല്ലെ, ഇത് ലോബ്സ് അല്ലെ. അപ്പൊ ഈ ലോബ്സിന് ഇടയിലുള്ള സ്പേസ് അല്ലെങ്കിൽ ഈ സ്പേസിന് നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ ഫിഷേഴ്സ് എന്നാണ് പറയുക കേട്ടോ. ഡിവിഷൻ ബിറ്റ്വീൻ ദ ലോബ്സിന് നമ്മൾ എന്താ പറയുക? ഫിഷേഴ്സ്. അപ്പൊ ഇതാണ് ഒരു ഫിഷർ, ഇത് രണ്ടാമത്തെ ഫിഷർ അല്ലെ, റൈറ്റ് ലങ്. സോ ഇതാണ് നമ്മുടെ ലോബ്സ്, പിന്നെ ഫിഷേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആൽവിയോളൈ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് ആൽവിയോളൈ? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ ഗ്യാസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ആൽവിയോളയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എത്ര ആൽവിയോളൈ ഉണ്ട്? 150 മില്യൺ ആൽവിയോളൈ ഇൻ അഡൽട്ട് ലങ്. ഒരു അഡൽട്ട് ലങ്ങില് എത്ര ആൽവിയോളൈ ഉണ്ടാകും? 150 മില്യൺ അല്ലെ. 150 മില്യൺ ആൽവിയോളൈ ഉണ്ടാകും. 150 ദശലക്ഷം ആൽവിയോളൈ ഉണ്ടാകും. കൂടാതെ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് അറ്റ് ആൽവിയോളൈ. എക്സാമിന് ചോദിക്കാം, ലങ്സിൽ എവിടെയാണ് നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക? ആൽവിയോളയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. കൂടാതെ ലങ്സ് ഹാവ് സെപ്റ്റൽ സെൽസ് ദാറ്റ് സെക്രീറ്റ് സർഫാക്റ്റന്റ് which prevents alveoli from drying out and reduce surface tension, preventing alveolar collapse during expiration. ഇതൊന്നും കേട്ട് പേടിക്കണ്ട. എന്താ സംഗതി? ആക്ച്വലി ലങ്സിലെ ഈ ആൽവിയോളയിലുണ്ടല്ലോ, അവിടെ ആക്ച്വലി ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് സർഫാക്റ്റന്റ് എന്ന് പറയുക കേട്ടോ. സർഫാക്റ്റന്റ്. ആക്ച്വലി സർഫാക്റ്റന്റ് കെമിക്കൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഫോസ്ഫോ ലിപ്പിഡ് ഫ്ലൂയിഡ് ആണ്. ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താ വരിക? ആക്ച്വലി നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, നമ്മൾ എന്താ ഇൻസ്പിറേഷൻ അല്ലെ, ഉള്ളിലേക്ക് എയർ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ലങ്സ് വികസിക്കും അല്ലെ. നമ്മുടെ ലങ്സ് വികസിക്കും. എന്തുകൊണ്ടാണ് വികസിക്കുന്നത്? അതിനുള്ളിലുള്ള നമ്മുടെ ആൽവിയോളൈ ഉണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും ആൽവിയോളൈ. അപ്പൊ ഈ ആൽവിയോളയിലേക്ക് എയർ കയറുമ്പോൾ എന്ത് ചെയ്യും? ഈ ആൽവിയോളയും വികസിക്കും അല്ലെ. സോ എക്സ്പിറേഷൻ സമയത്ത് എന്താ സംഭവിക്കുക? എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുന്നു അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ നമ്മുടെ ലങ്സിലുള്ള എയർ, അതായത് അവിടെ ആക്ച്വലി ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ഒക്കെ നടന്നിട്ടുണ്ടാവും. പിന്നെ വരിക കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ എയർ ആണ് വരിക അല്ലെ. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ എയർ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക്, നമ്മുടെ ലങ്സിന്റെ പുറത്തേക്ക് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ ആൽവിയോളൈ ഒന്ന് ചുരുങ്ങും അല്ലെ. എത്രത്തോളം ചുരുങ്ങും? മുഴുവനായിട്ട് ചുരുങ്ങാൻ പാടില്ല. കാരണം എന്താണ്? മുഴുവനായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആൽവിയോളയ്ക്ക് വികസിക്കാനായിട്ട് കഴിയില്ല. സോ മുഴുവനായിട്ട് ചുരുങ്ങുന്നതിന് നമ്മൾ എന്താ പറയുക? കൊളാപ്സ് എന്ന് പറയും കേട്ടോ. ലങ് കൊളാപ്സ് അല്ലെങ്കിൽ ആൽവിയോളാർ കൊളാപ്സ് എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഈ കൊളാപ്സ് ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർഫാക്റ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ആൽവിയോളയിൽ എന്തുണ്ട്? സർഫാക്റ്റിന്റ് ഉണ്ട്. അതൊരു ഫോസ്ഫോ ലിപ്പിഡ് ഫ്ലൂയിഡ് ആണ്. എന്താ ഇതിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ലങ്സിന്റെ കൊളാപ്സ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് ഇനി ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആക്ച്വലി വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് നമ്മളിപ്പോ എന്താണ് കേട്ടു പഠിച്ചു അല്ലെ. നമ്മളിപ്പോ കേട്ടു പഠിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഈ സ്ലൈഡ്സ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാ? നമ്മൾ അനിമേഷനിലൂടെ നമ്മൾ ഇതിന്റെ ശരിക്കുള്ള ഫംഗ്ഷൻ കാണാൻ പോവാ അല്ലെ. അതായത് നമ്മൾ 2 സെൻസ് ഓർഗൻസ് അല്ലെ, നമ്മുടെ 2 സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുക. അതായത് കണ്ണ് വെച്ച് നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻസ് കാണുന്നു, കൂടാതെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയുടെ റിട്ടൻഷൻ വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ മറക്കുന്നില്ല. ഇനി 4-5 മാസം കഴിഞ്ഞിട്ട് വരുന്ന നിങ്ങളുടെ എക്സാമിന്റെയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു അനിമേഷന്റെ ഹെൽപ്പോട് കൂടി ഇത്രയും കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം.
അപ്പൊ നമുക്ക് ഒരു അനിമേഷന്റെ സഹായത്തോടു കൂടി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ലങ്സും, പ്രത്യേകിച്ച് ലങ്സും എന്താ ആൽവിയോളെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ. ആദ്യമായിട്ട് നമുക്ക് കാണാം എന്താ നമ്മുടെ ലങ്സിന്റെ പൊസിഷൻ എവിടെയാ വരിക അല്ലെ. നമ്മുടെ ലങ്സിന്റെ പൊസിഷൻ എവിടെയാ വരിക? നമ്മുടെ ബോഡിയുടെ ഞാൻ പറഞ്ഞു നേരത്തെ എവിടെയായിരുന്നു? ചെസ്റ്റിലാണ് വരിക അല്ലെ. ചെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു പേര് പറഞ്ഞിട്ടാണ് തൊറാസിക് ക്യാവിറ്റി അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുക. സോ ഇവിടെയാണ് എന്താ വരിക? നമ്മുടെ ലങ്സ് വരിക. അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം അല്ലെ. നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാം എന്താ വരിക? ഇതാണ് രണ്ട് സൈഡിൽ നമ്മുടെ ലങ്സ് വരുന്നു. ഇതിന് ആക്ച്വലി നമ്മൾ എന്ത് പറയും? ആന്റീരിയർ വ്യൂ എന്ന് പറയും കേട്ടോ. ആന്റീരിയർ വ്യൂ അല്ലെങ്കിൽ എന്താ ഫ്രണ്ട് വ്യൂ എന്ന് പറയും. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ കാണുന്നല്ലോ, അതിനാണ് നമ്മൾ ആന്റീരിയർ വ്യൂ എന്ന് പറയുക. അപ്പൊ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ലങ്സ് ഇങ്ങനെ ആയിരിക്കുക. നമ്മുടെ ലങ്സിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ലങ്സിന്റെ കൂടെ ചേർന്നിട്ട് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞ നേരത്തെ റിബ്സ് അല്ലെ, അല്ലെങ്കിൽ വാരിയെല്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിബ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിബ്സ്. ഈ വാരിയെല്ല് എന്ന് പറയുന്നത് ഇതാണ് റിബ്സ്. ഇത് നമ്മുടെ സ്റ്റേർണം. അപ്പൊ ആക്ച്വലി ഇതിന്റെ ബാക്കിലാണ് എന്ത് വരിക? നമ്മുടെ ലങ്സ് വരിക. അപ്പൊ നമുക്ക് അതിന്റെ സൈഡ് വ്യൂ ഒന്ന് നോക്കാം. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ലങ്സ് ഉണ്ടാവും. കൂടാതെ അതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞ റിബ്സ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ അല്ലെങ്കിൽ പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ നമ്മുടെ ലങ്സിന്റെ ലൊക്കേഷൻ ഏകദേശം എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. സോ നമുക്ക് നെക്സ്റ്റ് ഇനി നമുക്ക് ആക്ച്വലി ഈ അതായത് ഫ്രണ്ടിലുള്ള നമ്മുടെ റിബ്സും ഈ സ്റ്റേണും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ലങ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ലങ്സിന്റെ ഫ്രണ്ടിലുള്ള ലങ്സിന്റെ ഫ്രണ്ടിലുള്ള കുറെ ബോൺസ് ഞാൻ പറഞ്ഞു അല്ലെ. സ്റ്റേർണം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ റിബ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിനെ മാറ്റിയതിന് ശേഷമുള്ള ഒരു 3D ഇമേജ് ആണ് ഇത്. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് നോക്കാം. ലങ്സ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള എന്താ റിബ്സ് നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അതായത് നോക്കിക്കേ, ഇത് റൈറ്റ് ലങ് ആണ്, ഇത് നമ്മുടെ ലെഫ്റ്റ് ലങ് ആണ്. പിന്നെ താഴെ വേറൊരു സംഗതി ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. താഴെ എന്താണ് ഉള്ളത്? നമുക്ക് ഉള്ളതെന്നാ പറഞ്ഞത് ഡയഫ്രം അല്ലെ. അപ്പൊ ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നില്ലേ, ഇതാണ് ആക്ച്വലി ഡയഫ്രം എന്ന് പറയുക. സോ ഡയഫ്രം എന്ന് പറയുക ഇതാണ്. കൂടാതെ ഇതാണ് നമ്മുടെ ലങ്സ്. അപ്പൊ ലങ്സിന് ഒരു അപ്പെക്സ് ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ അപ്പെക്സ് ആയിട്ട് വരിക. ഇത് നമ്മുടെ ബേസ് ആണ്. ഈ ബേസ് എവിടെ റെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഡയഫ്രത്തിൽ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ ലങ്സ്, അപ്പെക്സ്, ബേസ്. കൂടാതെ ബേസ് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഡയഫ്രത്തിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് നോക്കാം ലങ്സ്. അതാണ്ട് ഇപ്പൊ നമ്മുടെ ഡയഫ്രം ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ലങ്സ് മാത്രമാണ് നമ്മൾ കാണുക. അപ്പൊ ലങ്സിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ലങ്സിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ് വരുന്നത് ആൽവിയോളയാണ് അല്ലെ. അപ്പം സംഭവം എന്താ? ആക്ച്വലി ഇത് നമ്മുടെ നോസിലൂടെ എയർ എയർ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അത് എവിടെ എത്തുന്നു? അത് നമ്മുടെ ലങ്സിൽ എത്തുന്നു. നമ്മുടെ ലങ്സ് ഇത് ബ്രോങ്കയാണ്. ബ്രോങ്കൈ വഴി നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് വികസിക്കും അല്ലെ. വികസിക്കുന്നു. ഇതാണ് എയർ, വായു ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ലങ്സ് ശോഷിക്കുന്നു, അല്ലെങ്കിൽ ലങ്സിന്റെ വോളിയം കുറയുന്നു അല്ലെ. സോ ഇതിനാണ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? ഇവിടെ കൊളാപ്സ് അല്ലെങ്കിൽ ഈ ആൽവിയോളെ ചുരുങ്ങി പോകാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കമ്പോണന്റിന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നത്? സർഫാക്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ നമുക്കിനി നമ്മുടെ ആൽവിയോളെ അല്ലെങ്കിൽ ആൽവിയോളാർ സാക്ക് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. യെസ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ കാണുന്നില്ലേ, ഇതാണ് ആക്ച്വലി നമ്മുടെ എന്താ ആൽവിയോളാർ സാക്ക് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ റൗണ്ട് ചെറിയ ബോൾസ് പോലെ ഇരിക്കുന്നില്ലേ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ആൽവിയോളാർ സാക്ക് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുക. ഇതിന് ആക്ച്വലി കവർ ചെയ്തിട്ടാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് കേട്ടോ, നമ്മുടെ ബ്ലഡ് വെസൽസ് വരിക. അപ്പം ഇങ്ങനെയാണ് എന്താ ഇതിനെ കുറിച്ച്, അതായത് ഈ എയർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് ആൽവിയോളയിലും ഈ ബ്ലഡ് വെസൽസിലും നടക്കുക എന്നുള്ളത് ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ച്വലി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത്ര മാത്രമാണ്. അതായത് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലങ്സിന്റെ ആൽവിയോളയാണ്. അതാണ് ഈ ചെറിയ ചെറിയ ബോൾ പോലെ കാണുന്നത്. അതിന് കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബ്ലഡ് വെസൽസ് ഇരിക്കുക അല്ലെ. അതിന് കവർ ചെയ്തിട്ടാണ് ഇതുപോലെ ബ്ലഡ് വെസൽസ് ഇരിക്കുക. ഇതുവഴിയാണ് ആക്ച്വലി എന്താ നടക്കുക? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജൻ ഇതുവഴിയാണ് അബ്സോർബ്
ചെയ്തു പോവുക. അത് കൂടാതെ ശരീരത്തിൽ കൂടുതലായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, അതിലേക്കൂടെ സെയിം തന്നെ, അതായത് നമ്മുടെ ആൽവിയോളയിലൂടെ പുറത്തേക്ക് നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ആക്ച്വലി നമ്മുടെ മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ കൂടെ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആക്ച്വലി എന്താണ് നമ്മുടെ ലങ്സ്, നമുക്ക് എത്ര ലങ്സ് ഉണ്ട്, എത്ര ലോബ്സ് ഉണ്ട് അല്ലെ, എത്ര ലോബ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആൽവിയോളയാണ്. ആൽവിയോളയിൽ സർഫാക്റ്റന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. സോ ഈ രീതിയിലാണ് നമ്മുടെ നമ്മുടെ എൻറ്റയർ സിലബസ്, ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എൻറ്റയർ സിലബസ് നമ്മൾ ഈ രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൂടാതെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യപ്പെടുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.